മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ വി.എസ്. അച്യുതാനന്ദന്റെ കത്ത്. പിണറായിയുടെ പ്രസ്താവന ഇടതുമുന്നണി നിലപാടിന് വിരുദ്ധമാണ്. ഇക്കാര്യം ചർച്ച ചെയ്ത് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് വി.എസ്. കത്ത് നൽകിയത്. മുല്ലപ്പെരിയാറിലെ പഴയ അണക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന പുതിയ പഠനങ്ങൾ അടിസ്ഥാനമാക്കി വേണം ഇനി മുന്നോട്ട് പോകേണ്ടതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന. ഇതിനെതിരെ പ്രതിപക്ഷത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പിണറായിയുടെ പ്രസ്താവനയ്ക്കെതിരെ വി.എസ്. രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായിയുടെ പ്രസ്താവന ഇടതുമുന്നണി നിലപാടിന് വിരുദ്ധമാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തോ എന്ന് തനിക്കറിയില്ല. ഇടതുമുന്നണി ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് വ്യക്തത വരുത്തണം. ഇക്കാര്യം ആവശ്യപ്പെട്ടാണ് വി.എസ്. അച്യുതാനന്ദൻ കോടിയേരി ബാലകൃഷ്ണന് ഇന്ന് കത്ത് നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പദവിക്കായി കീറക്കടലാസിൽ കുറിപ്പ് നൽകേണ്ട കാര്യം തനിക്കില്ലെന്ന് വി.എസ്. അച്യുതാനന്ദൻ. പദവികൾ ആവശ്യപ്പെട്ട് യെച്ചൂരിക്ക് കത്ത് നൽകിയെന്നത് പച്ചക്കള്ളമാണ്. താൻ കൂടി നട്ടുനനച്ചു വളർത്തിയ പ്രസ്ഥാനമാണ് CPIM. അതിലെ നേതാക്കളോട് എന്തും നേരിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും വി.എസ്. ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ വി.എസ്. കുറിപ്പ് നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും വൻ വിവാദമുണ്ടാവുകയും സീതാറാം യെച്ചൂരി കത്ത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നിരവധി തവണ മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴും പ്രതികരിക്കാതിരുന്ന വി.എസ്. ഫേസ്ബുക്കിലൂടെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അത് ഇപ്രകാരം: സ്ഥാനമാനങ്ങൾ ചോദിച്ച് യെച്ചൂരിക്ക് കത്ത് നൽകിയെന്നത് കള്ളപ്രചരണമാണ്. ഔപചാരിക വിദ്യാഭ്യാസം കാര്യമായിട്ടില്ലെങ്കിലും മലയാളത്തിലും അത്യാവശ്യം ഇംഗ്ലീഷിലും എഴുതാനും വായിക്കാനും ഇപ്പോഴും കഴിവുണ്ട്. താൻ കൂടി നട്ടുനനച്ച് വളർത്തിയ പ്രസ്ഥാനമാണ് CPIM. ഇതിലെ നേതാക്കളോട് എന്ത് കാര്യവും നേരിട്ട് പറയാനും എന്തെങ്കിലും എഴുതി നൽകാനും തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. തനിക്ക് പദവി ആവശ്യമുണ്ടെങ്കിൽ അത് സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ കുറിപ്പായി നൽകേണ്ട കാര്യമില്ല. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ താൻ യെച്ചൂരിയുമായി പലതവണ കണ്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് യെച്ചൂരി പല അഭിപ്രായങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ താൻ പദവി ആവശ്യപ്പെട്ട് കത്ത് നൽകിയെന്ന് യെച്ചൂരി പറഞ്ഞിട്ടില്ല. തന്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ ഒരിക്കലും സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോയിട്ടില്ലെന്നും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കരുതിയല്ല പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയതെന്നും ജനങ്ങൾക്കൊപ്പം താൻ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് വി.എസ്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ CPIM സംസ്ഥാന സമിതി അംഗം ശ്രീ M.V. ജയരാജൻ, കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മാധ്യമ നിരീക്ഷകൻ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ശ്രീ A. സുരേഷ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ M.V. ജയരാജൻ, വി.എസ്. അച്യുതാനന്ദനെ ഏതു പദവിയിൽ ഇരുത്തണം എന്ന് ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗവും തീരുമാനിച്ചിട്ടില്ല. ഇനി LDF ഇക്കാര്യം ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയെങ്കിലുമായി വി.എസ്. അച്യുതാനന്ദന് എന്തെങ്കിലും പദവി കിട്ടുമോ? കിട്ടിയാൽ അതെന്തായിരിക്കും? എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ റോൾ? തുടങ്ങിയ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വി.എസ്. അച്യുതാനന്ദന് കൂടി ഒരു പങ്കുള്ളതാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾക്ക് വിരാമമിട്ട് അദ്ദേഹത്തെ ആദരിക്കാൻ ഇത്ര കാലതാമസം എടുക്കുന്നത്? വി.എസ്. അച്യുതാനന്ദൻ CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിലെ അമരക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള സ്ഥാനം, ജനങ്ങളുടെയും പാർട്ടിയുടെയും മനസ്സിലുള്ള സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ സ്ഥാനം കൊണ്ട് ആദരിക്കേണ്ട ഒരാവശ്യവുമില്ല. വി.എസ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടതുപോലെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല വി.എസ്. അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ പൊതുപ്രവർത്തനം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് പാർട്ടിയും LDFും ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, വി.എസ്. അച്യുതാനന്ദൻ്റെ കുറിപ്പ് സത്യപ്രതിജ്ഞാ വേളയിൽ പരസ്യമായതോടുകൂടി ഈ ചർച്ചയുടെ ഗതി തന്നെ മാറിയിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത വി.എസ്. അച്യുതാനന്ദൻ ഒരു പദവിക്കായി കാത്തിരിക്കുകയാണ് എന്നുള്ള തരത്തിലാണ്. ഇതിഹാസ തുല്യമായ രാഷ്ട്രീയ ജീവിതമുള്ള ഒരാൾ ഈ നിലയ്ക്കൊക്കെ അവഹേളിക്കപ്പെടുന്നത്, അവമതിക്കപ്പെടുന്നത് പാർട്ടി ഇടപെട്ട് തന്നെ ഒഴിവാക്കേണ്ടതല്ലേ? വി.എസ്. അച്യുതാനന്ദനെ മാതിരി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൊണ്ടും അനുഭവ പരിചയം കൊണ്ടും ആ നിലവാരത്തിൽ ഔന്നത്യമുള്ള ഒരു നേതാവ് ഒരു അധികാര സ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന നിലയ്ക്ക് ഇപ്പോൾ താങ്കൾ അഭിലാഷ് പറഞ്ഞതുമാതിരി തന്നെ ആ ഒരവസ്ഥ ശരിയായ ഒരവസ്ഥയല്ല. അങ്ങനെ ഒരു അവസ്ഥ വാർത്തയിൽ സംഭവിക്കരുതായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ ഈ ചർച്ച നമുക്ക് നടത്താൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പരിമിതിയല്ല, മറിച്ച് അതാണ് അതിൻ്റെ വസ്തുത. അങ്ങനെ വരുമ്പം നാം മനസ്സിലാക്കേണ്ടത് അക്കാര്യത്തിൽ പാർട്ടിക്കും അതുമാതിരി തന്നെ വി.എസ്. അച്യുതാനന്ദനും ഒരേപോലെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കുറിപ്പിനെക്കുറിച്ച് സംസാരിച്ചു, ആ കുറിപ്പ് സ്വയം സംസാരിക്കുന്ന രീതിയിലുള്ള കുറിപ്പാണ് എന്ന് മാധ്യമങ്ങളുടെ
പ്രയോഗക്ഷമത മലയാളിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കുറിപ്പ് കൊടുത്തത് തന്നെയാണ്, അത് ലഭിച്ചു തനിക്ക് എന്ന് സീതാറാം യെച്ചൂരി തന്നെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുറിപ്പിനുള്ളിലുള്ള ആ സംഭവം എന്തിനായിരുന്നു കുറിപ്പ്, അതേ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് മനോരമയുടെ വാർത്തയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഒരു മിറർ ഇമേജ് ഇതൊക്കെ പറയുന്നത് മാതിരി അതിൽ ചില സ്ഥാനങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആവശ്യപ്പെട്ടോ ഇല്ലയോ എന്നതല്ല, ഒരുപക്ഷെ VS ആഗ്രഹിക്കുന്ന എന്ന് VSനോ അല്ലെങ്കിൽ VSനെ വേണ്ടി കുറിപ്പിൽ എഴുതുകയോ ചെയ്യുന്ന ആളുകൾക്ക് തോന്നിയ സ്ഥാനങ്ങൾ തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് പോകട്ടെ, അത്തരമൊരു കുറിപ്പുണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ തന്നെ സംസ്ഥാന സമിതിയോട് ഒരു മന്ത്രി സ്ഥാനത്തിന് പൂരകമായ ഒരു സ്ഥാനം, ക്യാബിനറ്റ് റാങ്ക് അദ്ദേഹത്തിന് നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭകൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ നയിച്ചിട്ടുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പാർട്ടിയെ നയിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നുമായിട്ടില്ല. മറിച്ച് എക്കാലത്തും അദ്ദേഹം തന്നെയായിരുന്നു ഏറ്റവും ഉന്നതനായ വക്താവ്. അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് പാർട്ടിക്ക് പുറത്ത് ഭരണഘടനാപരമായി പ്രത്യേക പദവിയൊന്നും കൊടുത്ത രീതിയോ ശീലമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഇവിടെ തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില പസിലുകൾ മാത്രമാണ്, പൂർവാപര വിരുദ്ധതകൾ മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് താങ്കൾ അതിനെ വിശദീകരിക്കുന്നത്, വിലയിരുത്തുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ VS അച്യുതാനന്ദൻ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത്, ഞാൻ ഒരു കാവലാളായി കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ്. VS അച്യുതാനന്ദന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ. ഇനി അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയുള്ള ഏതെങ്കിലും ഒരു ഓഫീസ് കിട്ടിയാലും ഇല്ലെങ്കിലും VS അച്യുതാനന്ദന് ആ സ്ഥാനം കേരളീയ സമൂഹത്തിൽ ഉണ്ടാവുകയില്ലേ? തീർച്ചയായിട്ടും അച്യുതാനന്ദൻ എല്ലാ കാലത്തും ഒരു ജനപക്ഷ നേതാവാണ്. ജനപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ജനകീയനായ ഒരു നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ നിർണായകമായൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തെ ഒന്നും ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വസ്തുതാപരമാണ്. ഒന്ന്, അദ്ദേഹം തന്നെയാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ് ഞാൻ കേരളത്തിൻ്റെ കാവലാളായി നിലകൊള്ളും. അത് വളരെ നല്ലൊരു പ്രസ്താവനയാണ്. കാര്യം അതിനൊരുപാട് അർത്ഥവ്യാപ്തിയുണ്ട്. കാവലാളെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥവ്യാപ്തിയുണ്ട്. പക്ഷെ കാവലാളായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ അതേ അച്യുതാനന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഒരു കത്ത് നൽകുക വഴി ആ കാവലാളിന് കൂലി ചോദിച്ചിരിക്കുകയാണ്. ഞാൻ കാവലാളായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞത് വളരെ തുത്യർഹമായ പ്രസ്താവനയാണ്. പക്ഷെ കാവലാളായി പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് ഇന്ന കൂലി കിട്ടണമെന്നാണ് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അച്യുതാനന്ദൻ എന്തു പറഞ്ഞാലും ഇനി ആ കത്ത് കൊടുത്തിട്ടില്ലെന്ന് ആർക്കും നിഷേധിക്കാനാവില്ല. കാരണം ആ കത്ത് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു. ആ കത്തിലെ വാചകങ്ങൾ ഏറെക്കുറെ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് മനോരമ പ്രസിദ്ധീകരിച്ചത്. മാത്രമല്ല, സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ ആ കത്ത് അച്യുതാനന്ദനെ ഏൽപ്പിക്കുന്നത് എല്ലാവരും കണ്ടു. അദ്ദേഹം അത് തുറന്ന് വായിച്ചു നോക്കുന്ന കണ്ടു. അതിലെ ചില വരികളും നാട്ടുകാർക്ക് ബോധ്യമായി. അതിലൊക്കെ ഉപരി ആൾ ഇന്ത്യ കോൺഗ്രസ് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ കത്ത് കിട്ടിയതായി സ്ഥിരീകരിച്ചു. ഇന്നലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ യോഗത്തിൽ ആ കത്തിനെ കുറിച്ച് ചർച്ച നടന്നു. അപ്പോൾ അച്യുതാനന്ദൻ കത്ത് കൊടുത്തു, കത്തിലെ വാചകങ്ങൾ പുറത്തു വന്നു, കത്ത് കിട്ടിയതായി സ്ഥിരീകരിക്കപ്പെട്ടു, കത്തിനെ കുറിച്ച് ചർച്ച നടന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു വലിയ നേതാവ് ജനങ്ങളുടെ ഇടയിൽ ചെറുതായി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അച്യുതാനന്ദൻ സ്ഥാനമോഹിയല്ലെന്ന് എല്ലാവരും ധരിച്ചിരിക്കുകയാണ്. ആ സ്ഥാനമോഹം ലെവലേശമില്ലാത്ത അച്യുതാനന്ദന്റെ ഭാഗത്ത് നിന്ന് അത് ആരെഴുതി കൊടുത്തതോ ആയിക്കോട്ടെ, അച്യുതാനന്ദൻ വായിച്ചു നോക്കിയ സ്ഥിതിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ അതൊരിക്കലും സീതാറാം യെച്ചൂരിക്ക് കൈമാറാൻ പാടില്ല. മാറിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് സ്ഥാനമോഹമില്ലെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത് കേരളത്തിലെ പൊതുജന സമൂഹം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം സത്യം സത്യമാണ്. എന്തിനാ സത്യത്തെ നമ്മൾ വളച്ചൊടിക്കുന്നത്? ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കൾ കാണുന്നത്. ശ്രീ സുരേഷ്, ഇക്കാര്യത്തിൽ VS അച്യുതാനന്ദൻ ഇന്നും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കരുതി അല്ല ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ ഇനിയും ജനങ്ങളോടൊപ്പം അവരിൽ ഒരാളായി ഉണ്ടാകും എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. മുൻപ് വാർത്താ സമ്മേളനത്തിൽ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളാണോ ഞാൻ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ വളരെ ദുർബലമായ ഒരു
നിലപാട് തറയിലാണ് അദ്ദേഹം ഇന്നും നിൽക്കുന്നത്. എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ടതില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചു, ഇടതുപക്ഷത്തിന് അഭിമാനാർഹമായ വിജയം നേടിത്തരുന്നതിൽ പരിശ്രമിച്ചു, ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല എന്ന് പറയുമ്പോഴും എനിക്കൊന്നും വേണ്ട എന്ന് ഉറച്ച സ്വരത്തിൽ വി എസ് അച്യുതാനന്ദന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ സർക്കാർ സംവിധാനങ്ങൾ, വീടും കാറും സ്റ്റാഫും ഒന്നുമില്ലാതെ വി എസ് അച്യുതാനന്ദന് പ്രവർത്തിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും വി എസ് ഒരു സ്ഥാനം മോഹിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല ഈ പാർട്ടിയിൽ വന്നത്. അത് ജയരാജേട്ടൻ ഇവിടെ ഉണ്ട്, ഭാസ്കരേന്ദ്രബാബു ഉണ്ട്, ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഉണ്ണിത്താൻ സാർ പറഞ്ഞത് വി എസ് ഒരു കാവലാളായി തുടരുമെന്ന ഒരു പ്രഖ്യാപനം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ നിഗൂഢമായിട്ടുള്ള ചില കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സന്തോഷമാണ്. ആ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കില്ല. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതും കേരളത്തിൻ്റെ കാവലാളായിട്ടാണ്. ആ ഒരു പോസിറ്റീവ് സെൻസിലാണ് സഖാവ് വി എസ് പറഞ്ഞത് കേരളത്തിൻ്റെ കാവലാളായി തുടരുമെന്ന്. അതേ സെൻസിൽ തന്നെയാണ് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. കേരളത്തിൻ്റെ കാവലാളായി ഈ കേരളത്തെ മുഴുവൻ കട്ടുമുടിച്ച് കേരളത്തെ മുഴുവൻ വിറ്റ് കാശാക്കിയ ആ UDF-നെ ചവിട്ടി പുറത്താക്കി കേരളത്തിൻ്റെ കാവലാളായി ഞങ്ങൾ തുടരുമെന്നത് ഏക മനസ്സോടെയാണ് പറഞ്ഞത്. അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിങ്ങൾ മനപ്പായസം ഉണ്ണണ്ട, ഒന്നാമത്തെ കാര്യം. പിന്നെ 1939 സഖാവ് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം കൃഷ്ണപള്ളിയിൽ നിന്ന് എടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുമെന്ന് ധരിച്ചിട്ടാണോ വി എസ് ഈ പാർട്ടിയിലേക്ക് വന്നത്? 7 പതിറ്റാണ്ടോളം വരുന്ന ഈ വി എസിൻ്റെ ത്യാഗപൂർവമായ ഈ ജീവിതം എന്തെങ്കിലും ഒരു അധികാരമോഹത്തിന് വേണ്ടിയാണോ? അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂഢരുടെ സ്വർഗത്തിലാണ്. പിന്നെ കാത്തിരിക്കണം, എനിക്കൊരു പദവിയും ആവശ്യമില്ല എന്ന് ഖണ്ഡിതമായി രാഷ്ട്രീയ ജീവിതത്തിൽ പറയാമല്ലോ. ഒരു സെക്കൻഡ് അഭിലാഷ്, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം പദവിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആര് പറഞ്ഞു? മാധ്യമ സൃഷ്ടി മാത്രമാണ്. പാർട്ടി തീരുമാനിക്കും അദ്ദേഹത്തിന് എന്ത് പദവി കൊടുക്കണം വേണ്ട എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ പാർട്ടി തീരുമാനം അദ്ദേഹം ശിരസ അനുസരിക്കും. അതാണല്ലോ നേരത്തെ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറേ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് വി എസ് ആകെ പ്രശ്നമുണ്ടാക്കും, വി എസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആവണമെന്ന് ഉറപ്പ് വാങ്ങിയിട്ട് മാത്രമേ അദ്ദേഹം മത്സരിക്കൂ എന്നൊക്കെയല്ലേ മാധ്യമങ്ങൾ എഴുതിയത് അല്ലെങ്കിൽ പറഞ്ഞത്. ഇപ്പോൾ എന്തായി? തെരഞ്ഞെടുപ്പിൽ 91 സീറ്റോടുകൂടി LDF അധികാരത്തിൽ വന്നു. വി എസിൻ്റെ കൂടി പ്രൊഡക്റ്റാണ്, ഉൽപ്പന്നമാണ് ഈ കേരള സർക്കാർ. അതിൻ്റെ ഉത്തരവാദിത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ കേരളത്തിൽ ജീവിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലിരിക്കുന്നത്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിന് പദവി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി PB ആണ് നിശ്ചയിക്കേണ്ടത്. അത് അംഗീകരിക്കേണ്ടത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ്. അത് സമയബന്ധിതമായി അത് പൂർത്തിയാക്കും. അതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. ആ തർക്കമുണ്ട് എന്ന് ധരിക്കുന്നവർ മൂഢരുടെ സ്വർഗത്തിലാണ്. ഞാൻ അതാണ് താങ്കൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ MV ജയരാജൻ, വി എസ് അച്യുതാനന്ദന് ഈ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ ഒരു സേ ഉണ്ടാകുമോ? അദ്ദേഹത്തിന് നയപരമായ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഒഴിവാക്കപ്പെടണം. പക്ഷേ കാവലാളായി തുടരുമെന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദന് ഈ സംസ്ഥാനത്തെ ഇടത് മുന്നണിയുടെ സർക്കാരിൻ്റെ മാർഗനിർദ്ദേശകനാകാൻ, വഴിവിളക്കാകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് സർക്കാർ ബംഗ്ലാവോ കാറോ കിട്ടുമോ എന്നുള്ളതല്ല. ആ നിലയ്ക്ക് വി എസ് അച്യുതാനന്ദനെ അംഗീകരിക്കാൻ, വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് മാർഗനിർദ്ദേശം നൽകുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടോ, സംസ്ഥാന സർക്കാരിനുണ്ടോ? മറ്റ് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകത, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാളും സ്ഥാനമോഹിയല്ല. വി എസ് ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടല്ല ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചത്, ഇടതുപക്ഷത്തെ നയിച്ചത്. അത് വി എസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകമായ പദവിയുടെ ആവശ്യമില്ല. ജനങ്ങളാണ് അവരുടെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വി എസ് അടക്കമുള്ളവർക്ക് സ്ഥാനവും പദവിയും നൽകുന്നത്. മറ്റൊന്ന്, അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കാവലാളാവുക എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ഗവൺമെൻറ്റിൻ്റെ കാവലാളുകളാണ്. കാരണം ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിച്ചതിന് ശേഷം ജനങ്ങളുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് വി എസ് അടക്കമുള്ളവർ ഈ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷകരായി, ഈ ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശകരായി മാറുന്നത്. പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയം വി എസ് അടക്കമുള്ള
ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ ആ അതത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് രൂപം നൽകും. അതിൽ വി എസിൻ്റെ പങ്ക് വളരെ വലുതാണ്. വി എസ് അടക്കമുള്ള എല്ലാ പാർട്ടി നേതൃത്വവും ഈ ഗവൺമെന്റിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് പര്യാപ്തമായ വിധത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അംഗീകരിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പ്രകടന പത്രിക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അല്ല, ഇതിൽ തർക്കത്തിന്റെ പ്രശ്നമല്ല ശ്രീ എം വി ജയരാജൻ. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഇങ്ങനെ വി എസിനെ എവിടെ ഇരുത്തണമെന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ. വി എസ് തന്നെ പറയുന്നു 7.5 പതിറ്റാണ്ട് ചെങ്കൊടി പിടിച്ച ഒരാളുടെ ഉത്തരവാദിത്തമാണ് ഒരു ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിലേറ്റുക എന്നുള്ളത് എന്ന്. അദ്ദേഹം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു, ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പോൾ കീഴ്വഴക്കമില്ലാത്ത വിധത്തിൽ വേറൊരു പദവി ഉണ്ടാക്കി അവിടെ വി എസിനെ ഇരുത്തേണ്ട കാര്യമേ ഇല്ലല്ലോ. അങ്ങനെ ഒരു ആലോചനയ്ക്ക് തന്നെ പ്രസക്തിയില്ലല്ലോ. ഈ ചോദ്യത്തിനൊരു മറുചോദ്യമാണ് ശരിയായ ഉത്തരം. വി എസ് അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ മത്സരിക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യം ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഈ ചോദ്യവും. വി എസ് അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ മത്സരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്, പാർട്ടി ആഗ്രഹിച്ചത്, ഇടതുപക്ഷം ആഗ്രഹിച്ചത്. ആ ആഗ്രഹമനുസരിച്ചാണ് വി എസും പിണറായിയും മറ്റു പാർട്ടി നേതാക്കന്മാരും മത്സരിച്ചത്, വിജയിച്ചത്. ചരിത്ര വിജയം ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകിയത്. അതുകൊണ്ട് പദവിയും സ്ഥാനവും എന്ന് പറയുന്നത് ഈ പോരാട്ടത്തിനിടയിൽ കിട്ടുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനമാണ്. അതിലാണ് അടിസ്ഥാനം. ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ വിശദീകരണം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ സർക്കാരിൻ്റെ നയതീരുമാനങ്ങളിൽ വി എസ് അച്യുതാനന്ദന് അദ്ദേഹത്തിൻ്റെതായ നിലപാട് പറയാനുള്ള അവസരമുണ്ടാകുമോ? ഈ സർക്കാരിൻ്റെ ഏതെങ്കിലും നയതീരുമാനത്തെ തിരുത്താനുള്ള സാധ്യത വി എസ് അച്യുതാനന്ദന് ഉണ്ടാകുമോ? ഇന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിണറായി വിജയന്റെ നിലപാടിനെ വിമർശിച്ചും ഈ വിഷയം LDF ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടും അദ്ദേഹം ഒരു കത്ത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകുകയുണ്ടായി. അതിരപ്പള്ളി വിഷയത്തിൽ ജനോപകാരപ്രദമായ തീരുമാനമാവും ഉണ്ടാവുക, ജനങ്ങൾക്കൊപ്പം നിന്നുള്ള തീരുമാനമേ ഉണ്ടാകൂ, ജനങ്ങൾ ഭയാശങ്കയിലാകേണ്ട എന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. പൊതുപ്രസ്താവന നടത്തുക എന്നതിനപ്പുറത്ത് നയതീരുമാനങ്ങളിൽ വി എസിന്റെ റോൾ ഉണ്ടാകുമോ? അല്ല, അത് വി എസിനെ പാർട്ടി പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്നതിനും ഗവൺമെൻറ്റിനെ നയിക്കുന്നതിനും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നതിനുമൊക്കെയുള്ള ഒരു സ്ഥാനമെന്ന നിലയ്ക്കാണ് മത്സരിപ്പിക്കുകയും MLA ആക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം MLA ആയിരിക്കുന്നിടത്തോളം കാലം പാർലമെൻ്ററി രംഗത്ത് പാർട്ടി അവതരിപ്പിച്ച അതിൻ്റേതായ കാഴ്ചപ്പാടുകളിലുള്ള ഒരു പ്രവർത്തകനും നേതാവുമാണ് VS അച്യുതാനന്ദൻ. ശരി, അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാധ്യത പാർട്ടിയിലൂടെ തന്നെയാണ്. മുഖ്യമന്ത്രിയല്ല, മറ്റേ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആ നിലയ്ക്ക് പാർലമെൻ്ററി രംഗത്ത് ഗൗരവതരമായ അധികാരങ്ങളില്ലാത്തപ്പോൾ പാർട്ടിയിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെയും പ്രായത്തിൻ്റെയും പക്വതയുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള അറിവ് അദ്ദേഹത്തിന് കാവലാൾ എന്ന നിലയ്ക്ക് തന്നെ പറയാൻ കഴിയും. അതങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. MV രാഘവൻ സൂചിപ്പിക്കുന്നത് മാതിരി ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഞാനിത് മറ്റൊരു തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അഭിലാഷ്. ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ രീതിയിലാണ് ഒരു സർക്കാർ ഉണ്ടാകുന്നത്. ആ സർക്കാരിന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന നിലയ്ക്കുള്ള പോസ്റ്റുകളെ നിർമ്മിക്കാനാവുകയുള്ളൂ. ഇവിടെ നമുക്ക് ഇപ്പം VS അച്യുതാനന്ദൻ ആവശ്യപ്പെടുന്നത് മാതിരി, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു എന്ന നിലയ്ക്ക് പത്രങ്ങളിൽ വരുന്നത് മാതിരി, ഉപദേഷ്ടാവ്, അതേമാതിരി തന്നെ ഈ ചെയർമാൻ സ്ഥാനം, ഇതൊക്കെ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും സ്ഥാനം കൊടുക്കണം എന്ന് പറയുന്നത് തന്നെ തെറ്റായ കീഴ്വഴക്കമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ആകട്ടെ, അങ്ങനെ കൊടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള സ്ഥാനങ്ങളെ കൊടുക്കാൻ കഴിയൂ. പാർട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥാനം കൊടുക്കാനൊന്നുമാകില്ല. കാരണം പാർട്ടി തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായി ഒരു സംസ്ഥാനത്തെ ഭരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പറയുന്നു അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ഒരു പദവി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയോടെ ആയിരിക്കുകയില്ല, മുഖ്യമന്ത്രിയോട് വിശദീകരണ സാധ്യതയില്ലാത്തൊരു പദവി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഏത് പദവി എന്ന് ചോദിച്ചു പോകും നമ്മുടെ പരിചയങ്ങൾ കൊണ്ട്. കാരണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോട് മറുപടി പറയാൻ കഴിയാത്ത ഒരു പദവിയും സംസ്ഥാനത്തുണ്ടാകില്ല. അങ്ങനെയുള്ളൊരു പദവി ഗവർണറുടേതാണ്, അത് കേന്ദ്രം നിയോഗിച്ചതാണ്. ഇല്ലെങ്കിൽ കേന്ദ്രം കൊടുക്കുന്ന ഒരു പൊസിഷനായിരിക്കണം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് മറുപടി പറഞ്ഞാൽ മതി. ആ നിലയ്ക്ക് ഒരു പോസ്റ്റില്ല, പൊസിഷനില്ല.
അങ്ങനെ ഒരു പൊസിഷനെ കുറിച്ച് പോളിറ്റ് ബ്യൂറോ സുരേഷ് താങ്കൾ കേൾക്കാനാണ് പറയുന്നത്. പോളിറ്റ് ബ്യൂറോ എങ്ങനെയാണ് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്? ഇതാണ് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതിൻ്റെ രീതി. ആ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ പിൽക്കാലത്ത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ ആത്മപരിശോധനാപരമായ പരിശോധനകൾ നടത്തേണ്ടി വരും എന്ന് അതിനോട് താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെപ്പോലൊരാൾക്ക് സംശയങ്ങൾ രൂപം സംശയങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. തുടരുക ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, VS അച്യുതാനന്ദൻ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കും എന്നായിരിക്കാം പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ VS-ഉം പാർട്ടിയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകും. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ, പ്രതിരോധത്തിലാക്കാൻ പിന്നെ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. VS അച്യുതാനന്ദൻ ആ റോൾ ഏറ്റെടുക്കുമെന്ന് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടാകും. VS അച്യുതാനന്ദൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോരോ വിഷയങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണോ പ്രതിപക്ഷം? അല്ല അഭിലാഷേ, അതിനു മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ ആരെ എനിക്ക് മനസ്സിലായില്ലല്ലോ. അദ്ദേഹം VS അച്യുതാനന്ദന്റെ മുൻ സ്റ്റാഫ് അംഗമാണ്. താങ്കൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴുള്ള VS-ന്റെ വിഷ്വലുകളൊക്കെ കണ്ടാൽ താങ്കൾക്ക് ഓർമ്മ വരും. അദ്ദേഹത്തിന്റെ ഒപ്പം സദാ സന്തത സഹചാരിയായി നടന്നിരുന്ന CPM-ന്റെ ഇപ്പോൾ അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹത്തെയാണോ നമ്മളെ ഈ വാർത്തകൾ ചോർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ നിന്ന് മാറ്റിയതും അദ്ദേഹം ഗൾഫിലൊക്കെ പോയ ആ സുരേഷാണോ ഇത്? അതെ അതെ അതെ. അദ്ദേഹമാണല്ലേ? അദ്ദേഹമാണോ ഇത്ര ആവേശത്തോടു കൂടി അച്യുതാനന്ദന് വേണ്ടി സംസാരിച്ചേ? നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ വസ്തുതാപരമായ മറുപടിയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇത്തരം ആളുകളെയൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങളോട് നേരത്തെ പറയണം. കാര്യം നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അച്യുതാനന്ദന്റെ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ വിളിച്ചിരുത്തിയിട്ടാണോ? നമ്മൾ ജയരാജനുണ്ട്, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. അതുപോലെ ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒരു ഇടതുപക്ഷ ചിന്തകനാണ്. അച്യുതാനന്ദന്റെ സ്റ്റാഫിൽ ഒരു അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ഒരാളെയൊക്കെ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കും. അല്ല, അദ്ദേഹം രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ആളാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അക്കാര്യത്തിൽ താങ്കൾക്ക് സംശയമൊന്നും വേണ്ട. നമ്മളൊരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചാൽ രാഷ്ട്രീയമായി പ്രതികരിക്കാൻ അറിയാവുന്ന, നല്ല നിലയ്ക്ക് രാഷ്ട്രീയം നിരീക്ഷിക്കാൻ അറിയാവുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് സുരേഷിനെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നെടുത്തോളൂ. പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായി എന്ന് കരുതിയാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കൊന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. കാരണം വന്നിരുന്ന് ചാനൽ വന്നിരുന്നിട്ട് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ ആക്ഷേപിക്കാനാണ് ഇദ്ദേഹത്തെ പോലുള്ള പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങളെ വിളിക്കുന്നത്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കണം. അത്തരം ആളുകൾ ഇതിന് മറുപടി പറയാൻ ഇപ്പുറത്തും പേഴ്സണൽ സ്റ്റാഫിൽ പല ആളുകളുണ്ട്, അവരെയും വിളിക്കാം. ഞാനിവിടെ പറഞ്ഞത് പ്രതിപക്ഷം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ നേതാവ് ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം വളരെ വസ്തുതാപരമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഗവൺമെന്റിന് ക്രിയാത്മകമായ എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും എന്ന്. ഞങ്ങൾ അച്യുതാനന്ദനെ കണ്ടുകൊണ്ടാണോ രാഷ്ട്രീയം കളിക്കുന്നത്? കോൺഗ്രസ് പാർട്ടി അച്യുതാനന്ദനെ കണ്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ ഗവൺമെന്റിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാനും ഈ ഗവൺമെന്റ് എടുക്കുന്ന ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം. ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ ഞാൻ പറയാം, അച്യുതാനന്ദന്റെ ഔദാര്യം കൊണ്ടാണോ ഇപ്പൊ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിണറായി വിജയന്റെ പ്രതികരണം വന്നു? ഞങ്ങളതിനെ ശക്തമായി എതിർത്തു. അച്യുതാനന്ദൻ ഈ പദവി കിട്ടുന്നവരെ മിണ്ടിയില്ലല്ലോ. പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്ത് അച്യുതാനന്ദൻ സ്ഥാനമാനങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കുന്നതുവരെ അദ്ദേഹത്തിന് ഈ കാവലാൾക്ക് ഒരു മറുപടി ഉണ്ടായില്ലല്ലോ. അതേസമയം പിണറായി വിജയന്റെ പ്രസ്താവന വന്ന നിമിഷം തന്നെ ശക്തമായി എതിർത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം കേരളത്തിന്റെ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഒരു പ്രമേയം നിലനിൽക്കുമ്പോൾ ആ പ്രമേയത്തിനെതിരെ അനുകൂലിച്ച ഒരു പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയന്റെ വായിൽ നിന്ന് മറ്റൊരു കാര്യം ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വരണമെങ്കിൽ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി അതിൽ ചർച്ച ചെയ്യണം. അതല്ലെങ്കിൽ 2-ാം തീയതി നിയമസഭാ സമ്മേളനം സത്യപ്രതിജ്ഞ തുടങ്ങാൻ പോകില്ലേ, നിയമസഭാ സമ്മേളനം കൂടി നിയമസഭ ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനം പുനഃപരിശോധിച്ചിട്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ ആതിരപ്പള്ളി 2007, 2010, 2015 കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു, അനുവാദം കൊടുത്തിട്ടുണ്ട്. പാരിസ്ഥിതിക പ്രശ്നം വന്നു. അവിടെ ജനങ്ങൾ
ജൈവ വൈവിധ്യം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായി അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സാമൂഹ്യ സംഘടന അതുപോലെ തന്നെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു, അതിനെ ഏർത്തു. ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ചർച്ച ചെയ്തിട്ടേ ഞങ്ങൾ നടപ്പാക്കൂ എന്ന് പറഞ്ഞില്ലേ. അതാണ് പ്രതിപക്ഷം ക്രിയാത്മകമായി പിന്തുണ കൊടുക്കും. ഗവൺമെന്റ് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യും. അതിന് അച്യുതാനന്ദന്റെ ഔദാര്യം കോൺഗ്രസ് അതാണ് കോൺഗ്രസിന് അക്കാര്യത്തിൽ പറയാനുള്ള മറുപടി. ശ്രീ എ സുരേഷ്, താങ്കൾ മറുപടി പറയുമ്പോൾ വ്യക്തിപരമായി പോകേണ്ട, നമ്മൾ രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. വി എസ് അച്യുതാനന്ദന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹത്തിന് എന്ത് പദവി കിട്ടുന്നു എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഏറ്റവും നിർണായകമായ, ഏറ്റവും ഗതിനിർണായകമായ ഇടപെടലുകൾ നടത്തിയ ആളാണ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഇടതു സർക്കാരിൻ്റെ നയതീരുമാനങ്ങളെ ആ നിലയ്ക്ക് സ്വാധീനിക്കാൻ, അതിൻ്റെ ഗതിയെ നിശ്ചയിക്കാൻ സാധിക്കുമോ? പൊതുസമൂഹത്തിൻ്റെ അജണ്ട നിശ്ചയിക്കാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് കേരളം കാത്തിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമായ സമീപനം അദ്ദേഹം മുല്ലപ്പെരിയാർ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് സൂചിപ്പിക്കുകയുണ്ടായി, അതിരപ്പള്ളി വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതൊക്കെ കേവലം പൊതുപ്രസ്താവനകൾ നടത്തുക എന്നതിനപ്പുറത്ത് ഒരു തിരുത്തൽ ശക്തിയാകാൻ വി എസ് അച്യുതാനന്ദന് സാധിക്കുമോ? അല്ല, ഒരു 30 സെക്കൻഡ് എനിക്ക് അഭിലാഷ് വേണം. ഉണ്ണിത്താൻ സാറിനെ പോലെ വലിയ രാഷ്ട്രീയ അവഗാഹമോ പാണ്ഡിത്യമോ ഒന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തന്നെയാണ് ഞാൻ വി എസിൻ്റെ സ്റ്റാഫിൽ വന്നത്. 10-25 കൊല്ലമായി, 10-30 കൊല്ലമായിട്ട് ഞാൻ SFI-കാരനായിട്ട് തന്നെയാണ്, രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തന്നെയാണ്, പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തന്നെയാണ് വി എസിൻ്റെ സ്റ്റാഫിൽ വന്നത്. അദ്ദേഹത്തിന് ഇത്ര അവഗാഹമോ രാഷ്ട്രീയ പാണ്ഡിത്യമോ എനിക്കില്ല. അത് കുണ്ടറയിലെ ജനങ്ങളത് മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ വി എസിൻ്റെ നിലപാടിനെക്കുറിച്ചും പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ചില കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും റിപ്പോർട്ടർ ചാനലിലെ ആളുകൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടാവുക. അപമാനിക്കാൻ പാടില്ല. എനിക്കുള്ളൂ, അപമാനിക്കാൻ പാടില്ല. സ്റ്റാഫിൽ നിന്ന് തന്നെ പഴയ കാര്യങ്ങളല്ലേ? പാർട്ടിക്ക് ചില ചർച്ച ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, വി എസിന്റെ നിലപാടുകൾ പാർട്ടിക്കെതിരാവില്ല എന്നുള്ളത് ഞാൻ അല്ല, ഞാൻ തർക്കിക്കാനല്ല, ഞാൻ ഒരൊറ്റ വാചകം മാത്രമേ പറയുന്നുള്ളൂ. അത് കുണ്ടറയിലെ ജനങ്ങൾ തെളിയിച്ച കാര്യമാണ്. ഞാൻ പറയുന്നില്ല, തലശ്ശേരിയിലെ ജനങ്ങൾ തെളിയിച്ച കാര്യമാണ്, കുണ്ടറയിലെ ജനങ്ങൾ തെളിയിച്ച കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, വി എസ് പാർട്ടിക്കും ഗവൺമെന്റിനെതിരായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന ആളുകൾ ഗവൺമെന്റിനെതിരായി പറയും എന്ന് ധരിക്കുന്ന ആളുകൾ മൂഢരുടെ സ്വർഗത്തിലാണെന്നാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഞാൻ താങ്കളെ ആക്ഷേപിച്ചില്ല. ഇല്ല, നമ്മൾ ആ ചർച്ച അവസാനിപ്പിച്ചു. അപമാനിക്കരുത്, ആക്ഷേപിക്കരുത്. ഇല്ല, നമ്മൾ ആ ചർച്ച അവസാനിപ്പിച്ചു. ശ്രീ സുരേഷ്, ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം, അതിന്റെ ഉത്തരം അത് മാത്രം. വി എസിൻ്റെ നിലപാടുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അതിരപ്പള്ളി വിഷയത്തിലായാലും മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിലായാലും വി എസ് പാർട്ടിക്ക് കത്ത് കൊടുത്തു എന്ന് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. പക്ഷേ അത്തരത്തിലൊരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല. കാരണം അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യണം എന്നായിരിക്കും വി എസ് ആവശ്യപ്പെട്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. സ്വാഭാവികമാണത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തേ പറ്റൂ. ആ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത അല്ലെങ്കിൽ ആ വരുന്ന വാർത്തകൾ തെറ്റല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. വി എസ് അത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയാണ്. പക്ഷേ വി എസ് ഈ ഗവൺമെൻറ്റിനെതിരെ തിരിയുമെന്നും പ്രതിപക്ഷ നേതാവിനെ കൂടി കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവർ അത് മൂഢരുടെ സ്വർഗത്തിലാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ നിലപാടിൽ തന്നെ ഞാൻ നിൽക്കുന്നു. റൈറ്റ്, അതാണ് അക്കാര്യത്തിൽ താങ്കൾക്ക് വിശദീകരിക്കാനുള്ളത്. ശ്രീ എം വി ജയരാജൻ, വി എസ് അച്യുതാനന്ദൻ്റെ റോൾ വരുന്ന 5 വർഷം എന്തായിരിക്കും? അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന പദവികളോ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനങ്ങളോ അടിസ്ഥാനപ്പെടുത്തിയല്ല, മറിച്ച് ഇടതുമുന്നണി പ്രതിപക്ഷത്തിരുന്നപ്പോൾ, അതിന് മുൻപ് ഭരണത്തിലിരുന്നപ്പോൾ, അതിന് മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒക്കെ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയത്തെ അതിൻ്റെ ഏറ്റവും മൂർത്തമായ അവസ്ഥയിലേക്ക് എത്തിച്ച കുന്തമുന വി എസ് അച്യുതാനന്ദനായിരുന്നു. ഇപ്പോൾ പിണറായി വിജയനാണ് ഭരണാധികാരം കൈകാളുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ വരുന്നു. മന്ത്രിസഭയെ സംബന്ധിച്ച് ധാരാളം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. അതിൽ വിയോജിപ്പുകൾ ഉണ്ടാകും. അത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ചർച്ച ചെയ്യുമായിരിക്കും. അതിനപ്പുറത്ത് പാർട്ടി ഘടകത്തിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവ് എന്നുള്ള നിലയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന വി എസ് അച്യുതാനന്ദൻ ആ സമിതിയിൽ പറയുന്ന അഭിപ്രായത്തിനപ്പുറത്ത് സർക്കാരിൻ്റെ നയതീരുമാനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയലോ ആ നിലപാട് മാറ്റലോ വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് സാധിക്കുന്ന ഒന്നാണോ? വി എസ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവ് മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. വി എസിൻ്റെ റോൾ എന്താണ്?
പാർട്ടിയെയും ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്താനുള്ള ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം, ഒപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായും ജനപക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന പരിപാടികൾ അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്ന ചുമതലയും ഉത്തരവാദിത്വവും ശരിയാം വിധത്തിൽ അദ്ദേഹം നിർവഹിക്കും. VS പ്രതിപക്ഷ റോൾ വഹിക്കുമെന്നൊക്കെ ആർക്കാണ് തോന്നുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താന് പോലും അത് തോന്നുന്നില്ല. ഇപ്പം VS CPM-ൻ്റെ ഭാഗമാണ്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ നേതൃത്വമാണ്, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. ഇനി മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ LDF-ൻ്റെ മാനിഫെസ്റ്റോ ഒന്നെടുക്കുകയാണ്. ഇതിൽ പറയുന്നത് അന്തർ സംസ്ഥാന നദീജല കരാറുകൾ സമയബന്ധിതമായി കാലോചിതമായും പുനരവലോകനം ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥിരം കർമ്മസേന രൂപീകരിക്കും. നദീ സംയോജന പദ്ധതിയിൽ പമ്പ, അച്ചൻകോവിൽ ആറുകളെ ഉൾപ്പെടുത്താൻ അനുവദിക്കുന്നതല്ല. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാനുള്ള പരിശ്രമം തുടരും. ഈ മാനിഫെസ്റ്റോവിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ചർച്ചയിലൂടെ പരിഹാരം കാണാൻ കഴിയണം. ഇതിലെന്താ പെശക്? ഇനി ചർച്ച എവിടെ? പാർട്ടിയിൽ, LDF-ൽ, വിവിധ കക്ഷികൾ, സർവകക്ഷി എന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പം സർവകക്ഷി അംഗീകരിച്ച പ്രമേയത്തിലെ ഒരു പ്രസക്ത ഭാഗം, നിയമസഭാ പ്രമേയത്തിലെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം. അതിൽ പറയുന്നത് സമവായമുണ്ടാക്കുകയാണ് വേണ്ടത്, സംഘർഷമല്ല. കേന്ദ്ര സർക്കാർ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ മുൻകൈയെടുക്കണം, കൂടിയാലോചന വേണം. ഇത് കേരള നിയമസഭ എല്ലാ കക്ഷികളും ചേർന്ന് അംഗീകരിച്ച് അന്ന് കേന്ദ്ര ഗവൺമെന്റിന് നൽകിയ പ്രമേയത്തിൻ്റെ കോപ്പിയാണ്. ഈ കോപ്പിയിലും LDF-ൻ്റെ മാനിഫെസ്റ്റോവിലും നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നു, മുല്ലപ്പെരിയാർ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണം, അതിന് 2 സംസ്ഥാനങ്ങളും കൂടിയാലോചന വേണം. ഇന്ന് ഒരു പത്രം മുഖപ്രസംഗം എഴുതി, കേന്ദ്ര മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കാനാണ് ഇരു സംസ്ഥാനങ്ങളും തയ്യാറാകേണ്ടത്. ഇക്കാര്യത്തിൽ പിണറായിയുടെ നിലപാട് സമവായ സാധ്യത തുറന്നിടുന്നതാണ്. ഇതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉള്ളത്. അപ്പോൾ വിശദമായി എല്ലാ പാർട്ടികളും ചേർന്ന് ചർച്ച ചെയ്യണം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കണം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം എന്താ? ഡാം തകർന്നാൽ ഉണ്ടാവാനിടയിലുള്ള ജീവനാശം, സ്വത്തുനാശം, ഇതെല്ലാമാണ് നമ്മുടെ ആശങ്ക. തമിഴ്നാട് പറയുന്നത് എന്താ? ഡാമിനൊരു കുഴപ്പമില്ലെന്നാണ്. ഇത് വ്യത്യസ്ത നിലപാടുകളാണ്. ആ വ്യത്യസ്ത നിലപാടുകൾ എങ്ങനെ പരിഹാരത്തിലെത്തിക്കാൻ കഴിയും എന്നതാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ മറ്റൊരു ഭാഗം അതിരപ്പള്ളി. അതിരപ്പള്ളിയിലേക്ക് വരാം. അതിരപ്പള്ളിയിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് കോൺഗ്രസിന്റെ പ്രതികരണം കൂടി അറിഞ്ഞ് അതിരപ്പള്ളിയിലേക്ക് പോകാം. ശ്രീ MV ജയരാജൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ LDF-ൽ കൂടി ചർച്ച ചെയ്യണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ നേതാക്കൾ ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ഉന്നയിക്കുന്നു. പക്ഷേ അതൊക്കെ ഉപരിപ്ലവമല്ലേ? യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കേരളത്തിൻ്റെ കേസ് തള്ളുകയും ഡാം സുരക്ഷാ നിയമം അസാധുവാണെന്ന് വിധിക്കുകയും തമിഴ്നാടിന് അണക്കെട്ടിൻ്റെ ജലനിരപ്പ് ഉയർത്താനുള്ള അനുമതി നൽകുകയും ചെയ്തതാണ്. അതിന് കേരളം അതിനുശേഷം നൽകിയിട്ടുള്ള പുനഃപരിശോധനാ ഹർജികളും തള്ളിയതാണ്. ഇനിയുള്ള ഒരേ ഒരു വഴി തമിഴ്നാടുമായി സമവായത്തിലെത്തുക എന്നുള്ളതാണ്. പുതിയൊരു ഡാം വേണമെങ്കിൽ തമിഴ്നാടുമായി സമവായത്തിലെത്തുകയേ വഴിയുള്ളൂ, വേറൊരു വഴിയുമില്ല എന്നിരിക്കെ അത് മുഖ്യമന്ത്രി പറഞ്ഞതിനെ, മുഖ്യമന്ത്രി തമിഴ്നാടുമായിട്ടുള്ള ഒരു കോൺഫ്രണ്ടേഷൻ അല്ല വേണ്ടത്, സമവായമാണ് എന്ന് പറഞ്ഞതിനെ എന്തോ മഹാ അപരാധമായി പോയി. അദ്ദേഹം ഇതാ കേരളത്തിൻ്റെ സ്റ്റാൻഡ് വീക്കൻ ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്, എന്തർത്ഥത്തിലാണ്? നമുക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷനകത്ത് അനാവശ്യമായി അച്യുതാനന്ദനെ നിങ്ങൾ ആരും വലിച്ചഴക്കേണ്ട. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു താല്പര്യമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ അച്യുതാനന്ദൻ സ്വീകരിച്ച നിലപാട് കണ്ടിട്ട് ആ നിലപാടിന്റെ പുറകെ പോയ ആളുകളൊന്നും അല്ല ഞങ്ങൾ. അതൊക്കെ ഇവിടെ ആഘോഷിച്ചതും ആസ്വദിച്ചതും കേരളത്തിലെ മാധ്യമങ്ങളടക്കമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അച്യുതാനന്ദന്റെ റോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് പാത്രീഭൂതമാക്കാനേ ആഗ്രഹിക്കുന്നില്ല. കാരണം അച്യുതാനന്ദന്റെ വഴി അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ തിരുത്തുകയോ നന്നാക്കിയോ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ആകാം. അതിനെന്തിനാ കോൺഗ്രസ് പാർട്ടി അച്യുതാനന്ദനെ കണ്ടല്ലോ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അച്യുതാനന്ദൻ ഈ പറയുന്ന പോലെ തന്നെ. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ
നമ്മൾ സർവകക്ഷി യോഗം ഡൽഹിയിൽ പോയി എല്ലാവർക്കും അറിയാം. ഒക്കെ പോട്ടെ, ഇടുക്കി ജില്ലയിൽ അവിടെ ഡാം ഇപ്പൊ പൊട്ടുമെന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിരാഹാര സത്യാഗ്രഹം നടത്തി. ആ നിരാഹാര സത്യാഗ്രഹത്തിൽ പോയി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രസംഗിച്ചതിന്റെ ക്ലിപ്പിംഗ്സ് റിപ്പോർട്ടർ ചാനലിന്റെ കൈവശമുണ്ട്. ശ്രീ ജയരാജനെ ആ ക്ലിപ്പിംഗ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് അദ്ദേഹത്തെ കാണിച്ചിട്ട് പാർട്ടിയുടെ പഴയ നിലപാട് എന്താണെന്ന് ആ ക്ലിപ്പിംഗ് കണ്ടതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചാൽ മറുപടി ഞാൻ പറയാം. ഇതിപ്പോ തമിഴ്നാട് അവിടെ പുതിയ ഡാം പണിയുന്നതിന് എതിരായി നിൽക്കുന്നു. അവിടുത്തെ ജലനിരപ്പ് 138 നിന്ന് 142 അടിയായി ഉയർത്തി. അത് 52 എത്തിക്കണം എന്ന് വാദിച്ചു നിൽക്കുന്നു. അവിടുത്തെ ഡാമിന് സുർക്കി കൊണ്ട് നിർമ്മിച്ച ഡാമിന് 125 വർഷം പഴക്കമുള്ള ഡാമിന് യാതൊരു ബലക്ഷയവുമില്ലെന്ന് തമിഴ്നാട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതിയിലും അവരുടെ വാദം അങ്ങനെയാണ്. അവരുടെ വാദത്തെ ന്യായീകരിക്കാനും അതിനെ ബലപ്പെടുത്താനും ഉതകുന്ന പ്രസ്താവന ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അല്ല, ഇതിൽ ഉള്ള പ്രശ്നം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശരിയാണ്. കോൺഗ്രസും CPIഎമ്മും മറ്റു കക്ഷികളും ഒക്കെ വലിയ തോതിൽ ഈ പറയുന്ന വിഷയം ഉന്നയിച്ച് രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട്, സർവകക്ഷി സംഘം ഡൽഹിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്താണെന്നില്ല, സുപ്രീം കോടതി കേരളത്തിന്റെ ആ വാദങ്ങൾ ഖണ്ഡിതമായി തള്ളിയിരിക്കുന്നു. ഇനിയുള്ള ഓപ്ഷൻ എന്താണ്? ഇനി അതേ കാര്യങ്ങൾ, അതേ പ്രസംഗങ്ങൾ, അതേ സർവകക്ഷി സംഘം, അതേ സമരങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് ഒരു ഗുണവും പ്രായോഗികമായി നമുക്ക് ലഭിക്കുന്നില്ല. ലഭിക്കണമെങ്കിൽ ഒരേ ഒരു സാധ്യത സമവായമാണ്. അതിന് തമിഴ്നാടുമായി ശ്രമിക്കുക എന്നുള്ളതല്ലാതെ വേറെന്താണ് ഓപ്ഷൻ? മുൻപ് ഇങ്ങനെ നിലപാടെടുത്തിട്ടില്ല എന്ന് ആരും പറയുന്നില്ലല്ലോ. അഭിലാഷേ, കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെന്താ ചെയ്യേണ്ടുന്നത്? സമവായമാണ് അതിന് അനുയോജ്യമായ കാര്യമെങ്കിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജയിപ്പിച്ച കേരളത്തിലെ ജനസമൂഹമുണ്ടല്ലോ, ആ ജനസമൂഹത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായി കഴിഞ്ഞ കാലത്ത് മുല്ലപ്പെരിയാറിന് വേണ്ടി ആരൊക്കെയാണോ സമരം ചെയ്തത്, ആരൊക്കെയാണോ പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുത്തത്, അവരെ എല്ലാം മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയണം, നമ്മുടെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല, സകല വഴികളും അടഞ്ഞു. അതുകൊണ്ട് ഇനി സമവായത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചല്ലാതെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റില്ലെന്ന് കേരളത്തിലെ പൊതുജന സമൂഹത്തെ കൺവിൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷം വേണം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന പുറത്തു വരാൻ. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അങ്ങനെ നോക്കുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏകപക്ഷീയമായ ചില നിലപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതേ ഉള്ളൂ. അതല്ലാതെ ഇവിടെ സൂചിപ്പിച്ചതുമാതിരി ഒരു കൺസെൻസസ് എവിടെയും ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ മുന്നണിയിൽ പോലും ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പോലും ഇക്കാര്യങ്ങൾ ആ വണ്ണം ചർച്ച ചെയ്തുമില്ല ഈ നിലപാട് പ്രഖ്യാപനത്തിന് മുമ്പ്. അപ്പോൾ ഈ വിഷയങ്ങൾ, നിലപാടുകൾ ശരിയാകട്ടെ തെറ്റാകട്ടെ, പിണറായി വിജയൻ ഏകപക്ഷീയമായി അവതരിപ്പിക്കുകയാണോ? ഒരു സമവായം ഉണ്ടാക്കാൻ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ച് നിർത്തി ഒരു സമവായ അഭിപ്രായം ഉണ്ടാക്കാനുള്ള ശ്രമം ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നില്ല എന്നുള്ളത് ഒരു അശുഭ സൂചനയാണോ? ആദ്യം താങ്കൾ ചോദിച്ചതിന് മറുപടി പറയാം. ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി നിലനിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്കല്ല സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താ? സുപ്രീം കോടതിയിൽ വേണ്ടുവണ്ണം ഈ കേസ് കൈകാര്യം ചെയ്തതിൽ നാം പരാജയപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ 1970 തന്നെ ഈ കരാറുകൾ പുതുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പല പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, സമയവുമില്ല. ഏതായാലും സുപ്രീം കോടതിയിൽ നാം പരാജയപ്പെടുന്നു. അതുമാത്രമല്ല, നാം ഒന്നിച്ച് നിന്ന് നിയമസഭ ആവശ്യപ്പെട്ടത് തമിഴ്നാടിൻ്റെ സഹകരണത്തോടെ പുതിയ ഡാം എന്നാണ്. അങ്ങനെ വരുമ്പോൾ അതാണ് യാഥാർത്ഥ്യത്തിൻ്റെ പുതിയ പ്ലാങ്ക്. അവിടെ നിന്ന് ആരംഭിക്കണം. അതിനുശേഷം അദ്ദേഹം ഒരു വാചകം കൂടി പറഞ്ഞു, ശ്രീ ഉണ്ണിത്താൻ. അദ്ദേഹം പറഞ്ഞത് അക്കാര്യത്തിൽ നമുക്ക് എല്ലാവരുമായി സമവായത്തിൽ ഏർപ്പെടാൻ ചർച്ചയ്ക്ക് ഞാൻ സന്നദ്ധനാണ്. മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്, പാർട്ടിയുടെ നേതാവല്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഒരു പുതിയ സമീപനം സ്വീകരിക്കുന്നു. ആ സമീപനത്തിലൂടെ പാർട്ടിക്കുള്ളിൽ ചർച്ച വരുന്നു. അതാ VS അച്യുതാനന്ദനെ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തി പാർട്ടിക്കുള്ളിൽ ചർച്ച വരുന്നു. LDFിൽ ചർച്ച വരുന്നു. അത് ബിജിമോൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇനി കോൺഗ്രസിൽ ചർച്ച വരുന്നു, കേരളത്തിൽ ചർച്ച വരുന്നു. ചർച്ചയിലൂടെ നമുക്ക് സമവായത്തിലെത്താം. അതിന് മുൻകൈ എടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി. മറ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് ഭിന്നമായി അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് ശ്രീ ഉണ്ണിത്താൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ചർച്ചയിൽ ആളുകളെ വിളിക്കുമ്പോൾ അവരുടെ സാങ്കത്യം തീരുമാനിക്കുന്നത് വിളിക്കുന്നവരാണ്. സുരേഷിൻ്റെ സാങ്കത്യം എന്താണെന്ന് ചോദിച്ചാൽ
ഞാനൊരു കാര്യം അങ്ങേ ഓർമ്മിപ്പിക്കാം. ഇതിനു മുമ്പ് സോളാർ കേസ് പോലെയുള്ള കേസുകളൊക്കെ വന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ജോപ്പനെ നാം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നാം അത് മറന്നു പോകരുത്. ജോപ്പനെ ചർച്ചയ്ക്ക് വിളിക്കുകയും ജോപ്പൻ ചർച്ചയിൽ വരികയും ചെയ്തിട്ടുണ്ട്. ജോപ്പനേക്കാൾ എത്രയോ വലിയ കാര്യത്തിനാണ് സുരേഷ് വന്നിരിക്കുന്നത്. ജോപ്പനെ പോലെ സാക്ഷ്യം നിൽക്കേണ്ട, മോശം കാര്യത്തിന് സാക്ഷ്യം നിൽക്കേണ്ട ആയിരുന്നില്ല സുരേഷ്. സൂചിപ്പിച്ചത് മാതിരി ഞങ്ങൾ ആരും നമ്മുടെ ചർച്ച ആ രീതിയിലേക്ക് ചുരുക്കേണ്ട. വിളിച്ചത് വിളിച്ച ഒരു ചർച്ചയിൽ താങ്കളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത് സുരേഷിന്റെ സ്ഥാനം അതിനേക്കാൾ എത്രയോ ഉയരെയാണ് എന്ന യാഥാർത്ഥ്യം നാം കാണണം. സുരേഷ് അച്യുതാനന്ദനൊപ്പം സഞ്ചരിക്കുകയും അതിൻ്റെ വിഭാഗീയതയുടെ പരിക്കുകൾ പേറുകയും ചെയ്യുന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാളാണ്. ഒരു സ്ത്രീയുമായി ബന്ധിപ്പിച്ച കേസുകളുമായി ബന്ധിപ്പിച്ചല്ല നിൽക്കുന്നത് എന്ന കാര്യം നാം ആലോചിക്കുമ്പോൾ ഞാൻ ഉണ്ണിത്താനോട് പരിഭവം പറയുകയല്ല, അത് നമുക്ക് ഈ ചാനലിന് വിട്ടുകൊടുക്കാം. ആരെ വിളിക്കണം, ആരെ ശരി, ആ നിലപാട് ആണ് താങ്കൾ ആ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ല. ശ്രീ എം വി ജയരാജൻ, അവസാനമായി നോക്കൂ, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ നിലപാടെടുക്കാം, പാർട്ടിയുടെ അണികളോട് ആ നിലപാട് പിന്നീട് വിശദീകരിച്ചാൽ മതി. പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എടുക്കുന്ന നിലപാടിന് സമാനമായ രീതിയിൽ നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഏത് വിഷയമാകട്ടെ, അതിരപ്പള്ളി ആകട്ടെ, മുല്ലപ്പെരിയാറാകട്ടെ, മറ്റേതെങ്കിലും വിഷയമാകട്ടെ, ഗെയിൽ പൈപ്പ് ലൈൻ ആകട്ടെ, ദേശീയപാത വികസനമാകട്ടെ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, പ്രതിപക്ഷത്തുള്ള കക്ഷികൾ, അതിൽ നിയമസഭയിൽ അംഗത്വം തന്നെ ഇല്ലാത്ത ചെറിയ കക്ഷികൾ, നാട്ടിലുള്ള പ്രാദേശിക കൂട്ടായ്മകൾ, പരിസ്ഥിതി സംഘടനകൾ, ഇങ്ങനെ 100,000 ആളുകളുണ്ട്. ഇവരുടെയൊക്കെ വിശ്വാസം നേടാതെ, ഇവരെയൊക്കെ വിശ്വാസത്തിലെടുക്കാതെ, ഇവരോടുകൂടി സംവദിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ സമവായം ഉണ്ടാക്കാതെ ഈ വിവാദ പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പാക്കുക? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിനുവേണ്ടിയുള്ള ഒരു സന്നദ്ധതയും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമവും ഉണ്ടാകുമോ? അതിനു വേണ്ടിയുള്ള തുടക്കമാണ് മുഖ്യമന്ത്രി ആരംഭിച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി ആദ്യമായി പറഞ്ഞതല്ല. കേരള നിയമസഭ അംഗീകരിച്ച പ്രമേയത്തിൻ്റെ പ്രസക്തമായ ഭാഗമാണ് ഞാൻ വായിച്ചത്. കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് ചർച്ചയിലൂടെ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്ന് കേരള നിയമസഭ അംഗീകരിച്ച പ്രമേയത്തിലുള്ളതാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഹിതമാണത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്. അപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ കേരളത്തിൻ്റെ താൽപ്പര്യം ഉയർത്തിപ്പിടിക്കാത്ത വിധത്തിൽ റിപ്പോർട്ട് കൊടുത്തതോടെ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ വിധി കൂടി വന്നതോടെ കേരളത്തിന് തമിഴ്നാട് കൂടി സഹകരിച്ചാലേ പുതിയ അണക്കെട്ടുണ്ടാക്കാൻ കഴിയൂ, കേരളത്തിലെ ആശങ്ക പരിഹരിക്കാൻ കഴിയൂ, ഡാം തകർന്നാലുണ്ടാവുന്ന സ്വത്ത് നാശവും ജനങ്ങൾക്കുണ്ടാവുന്ന നഷ്ടവും പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ഉത്തമ താല്പര്യം തന്നെ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ചർച്ചയിലൂടെ കേരള താല്പര്യം കൂടി പരിഗണിച്ച് അത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. കാരണം കേരള താല്പര്യം ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതി പരിഗണിച്ചില്ല, വിദഗ്ധ സമിതി പരിഗണിച്ചില്ല. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ചെയ്യണമെങ്കിൽ ഇനി ഒരു ചർച്ചയിലൂടെ കേരള താല്പര്യം കൂടി പരിഗണിക്കും വിധത്തിൽ ഒരു സമവായം ഉണ്ടാക്കണം. അതിനെല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻകൈ എടുക്കണം. ഇനി അതിരപ്പള്ളിയിലേക്ക് കിടക്കാം. അതിരപ്പള്ളി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് അതിന് പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടി. അന്ന് അത് ആരംഭിക്കാൻ പരിശ്രമിച്ചു, പക്ഷെ തടസ്സമുണ്ടായി. UDF ഗവൺമെന്റിന്റെ കാലത്ത് അതിന് പരിസ്ഥിതി ക്ലിയറൻസ് വീണ്ടും കിട്ടി, അത് പൂർത്തീകരിക്കാൻ പരിശ്രമിച്ചു, അത് വീണ്ടും നടന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൻ്റെ ഊർജക്ഷാമം പരിഹരിക്കാൻ എല്ലാ സ്രോതസ്സിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. അതിരപ്പള്ളി പദ്ധതി നാളെ തന്നെ വരുമെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടില്ല. വൈദ്യുതി മന്ത്രി പറയുന്നത് എന്താ? അതിരൂക്ഷമായ വൈദ്യുതി ക്ഷാമം. നമുക്ക് വേണ്ടത് ഒരു ദിവസത്തേക്ക് 71 ദശലക്ഷം യൂണിറ്റാണ്. ഇവിടെ ഉണ്ടാക്കുന്നത് 21 ദശലക്ഷം യൂണിറ്റാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ കൂരിരുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും അതിരപ്പള്ളി നടപ്പാക്കാൻ കഴിയുന്ന സാധ്യതയുണ്ടെങ്കിൽ അത് നോക്കണം. വായുവിൽ നിന്ന്
സൂര്യവെളിച്ചത്തിൽ നിന്ന്, കൽക്കരിയിൽ നിന്ന്, പ്രകൃതിവാതകം ഉപയോഗിച്ച് എല്ലാ സ്രോതസ്സിൽ നിന്നും കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കേരളത്തിന്റെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ 96-ൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ എല്ലാ ആളുകളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടക്കും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇതൊരു ചർച്ചയുടെ തുടക്കം മാത്രമായിട്ടുള്ളൂ എന്നും കരുതാം. വളരെ നന്ദി ശ്രീ എ സുരേഷ്, ശ്രീ എം വി ജയരാജൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ഭാസുരേന്ദ്രബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്.